പാലിയേക്കര ടോൾ പ്ലാസയിൽ ഈ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഷാജി കോടങ്കണ്ടത്ത് വളരെ വർഷങ്ങളായി നടത്തിയൊരു നിയമ പോരാട്ടത്തിനൊടുവിലാണ്, അതുപോലെ തന്നെ നിരവധി ആളുകൾ DCC പ്രസിഡന്റായ ജോസഫ് ടാജറ്റ് ഉൾപ്പെടെയുള്ളവർ അവിടെ നിയമ പോരാട്ടം നടത്തി ഒടുവിലാണ് ഇത്തരത്തിലൊരു വിധി ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ടോൾ പിരിച്ച് കൊണ്ട് ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ യാത്രക്കാർക്ക് ലഭിക്കേണ്ട യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, വളരെ മോശമായ റോഡുകളാണ് അവിടെയുള്ളത്. അതിനോടൊപ്പം തന്നെ വളരെ അധികം ഗതാഗതക്കുരുക്ക് ഇവിടെ എല്ലാം തന്നെ അനുഭവപ്പെടുന്നു. പലർക്കും മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ കിടക്കേണ്ടി വന്ന് പല കാര്യങ്ങളും നഷ്ടപ്പെട്ട്, അതായത് വിമാനത്താവളത്തിലേക്ക് പോകുന്നവർക്ക് ഫ്ലൈറ്റ് നഷ്ടപ്പെടുന്ന സമയത്തിനെത്താൻ കഴിയാതെ ഫ്ലൈറ്റ് നഷ്ടപ്പെടുന്ന സ്ഥിതി പോലും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത്. നാട്ടുകാർക്കും അതുപോലെ തന്നെ അതിലൂടെ സഞ്ചരിക്കുന്നവർക്കും എല്ലാം തന്നെ ഒരു ആശ്വാസമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വരുമ്പോൾ ഒരു മണിക്കൂറോളം ചിറങ്ങര ബ്ലോക്കിൽ പെട്ടത്. അതേസമയം തന്നെ ആശങ്കകളുമുണ്ട്. കാരണം ഇത് താൽക്കാലികമായി നിർത്തിവെക്കുകയല്ല, എന്നേക്കുമായി ഈ ടോൾ പിരിവ് അവസാനിപ്പിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അതിലൂടെ സഞ്ചരിക്കുന്നവരുടെ മറ്റൊരു ആവശ്യം. കോടാനുകോടി പിരിച്ചു തീർന്ന് 3 പാലത്തിന്റെ കാശ് വാങ്ങി, എന്നിട്ട് ഈ അവസ്ഥയിൽ നമ്മൾ ഇത് സഹിക്കണം. ടോളെ നിർത്തി കളയണം, പിരിവല്ല നിർത്തണം, ടോളന്നെ എടുത്ത് കളയണം. നിരവധി പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാലിയേക്കര ടോൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരെ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കളക്ടർ നേരത്തെ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ടോൾ പിരിവ് ഈ ടോൾ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നത് വരെ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. പക്ഷേ ആ ഉത്തരവിന് ഒരു ദിവസത്തെ ആയുസ് മാത്രമാണ് ഉണ്ടായത്. ഒടുവിൽ ഇപ്പോൾ കോടതിയിൽ നിന്നാണ് ഒരു ആശ്വാസ വിധി ഉണ്ടായിരിക്കുന്നത്. കൊള്ളയാണ് ഇത് ചെയ്തത്. ഇത് തന്നെയല്ല, CBI ഇവർക്കെതിരെ 100 കോടി രൂപ വരെ കേസെടുത്തിട്ടുണ്ട്. ED 125 കോടി രൂപ വരെ കേസെടുത്തിട്ട്, അതായത് പണി കഴിയാതെ ടോൾ പിരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ്. അപ്പോൾ ഈ കൊള്ള കമ്പനിക്കെതിരെയുള്ള ഒരു വിധിയാണ്. നാലാഴ്ചത്തേക്കെങ്കിൽ 4 ആഴ്ചത്തേക്ക് ഈ ടോൾ പിരിവ് നിർത്തിവെച്ച് ആ ഒരു കാലയളവിൽ കൃത്യമായി റോഡ് പണി നടക്കുകയാണെങ്കിൽ ടോൾ നൽകി മുന്നോട്ട് പോകാം. അല്ലാത്ത പക്ഷം എന്നേക്കുമായി നിർത്തേണ്ടി വരുമോ എന്നുള്ളൊരു കാര്യമാണ് ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും പാലിയേക്കര ടോൾ പ്ലാസയിൽ ഈ ഉത്തരവ് എത്തുന്നതോടുകൂടി ടോൾ പിരിവ് നിർത്തിവെക്കാൻ തന്നെയാണ് കമ്പനി അധികൃതരുടെയും തീരുമാനം.